ക്രിസ്മസ്. പിള്ളേര് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഒരാളൊരു കൈ സഹായത്തിന്? അല്ല, ഒരു കണക്കിന് സഹായിക്കാൻ വരാത്തത് തന്നെയാ എനിക്ക് നല്ലത്, വെറുതെ എന്റെ പണി ഇരട്ടിയാക്കാനായിട്ട്. ഇനി പാത്രങ്ങൾ കൂടി ഒന്ന് കഴുകി ഇറക്കിയാൽ എനിക്ക് അടുക്കളയിൽ നിന്ന് അങ്ങ് ഇറങ്ങാം. ഇതെന്താ ഭൂമി വിൽക്കുന്നോ? പിതാവേ, ഞാനിത് എവിടാ? എന്റെ അടുക്കളയില്. അയ്യോ, ഇത് സാന്റാക്ലോസ് അല്ലേ? ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് കൊണ്ട് വന്നതായിരിക്കുമല്ലേ? പിന്നെ എന്ത് പറ്റി? സ്ലിപ്പായതാണോ? ഒന്ന് കൈ പിടിച്ചാട്ടെ. അയ്യോ, വീഴണമെങ്കിൽ ഒറ്റയ്ക്ക് വീണാ പോരെ സാന്റെ, എന്നെ കൂടി വീഴിക്കണോ? അതിനും സോറി. കുറെ വീടുകൾ കയറി ഇറങ്ങട്ടെ. ദേ, ഈ ലിസ്റ്റ് കണ്ടോ? ഇന്ന് രാത്രി 12 മണിക്ക് മുൻപായിട്ട് ഇവിടൊക്കെ പോയി സമ്മാനം കൊടുക്കണം. ലോനപ്പൻ, കുര്യാക്കോസ്, സാറ, ആകാശ്. ഇതെന്താ ചിലതൊക്കെ വെട്ടിക്കളഞ്ഞേക്കുന്നേ? ഓ, അതൊക്കെ ഈ കാനഡയിലും ജർമ്മനിയിലും ഒക്കെ പോയി അവിടെ സെറ്റിൽ ആയവരാ. ഇനി അവരുടെ ചിമ്മിനി കൂടി വലിഞ്ഞു കയറണ്ടാലോ. അല്ല, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നല്ല ഒന്നാം തരം വാതിലും കോളിംഗ് ബെല്ലും ഒക്കെ ഉണ്ടായിട്ട് ഈ പ്രായത്തിലും ഈ ചിമ്മിനി വലിഞ്ഞു കയറണം വല്ല ആവശ്യമുണ്ടോ? അതിലൊരു ത്രില്ലില്ല. 5-6 വട്ടം ഇങ്ങനെ വീഴുമ്പോഴേക്കും ത്രില്ലൊക്കെ മാറിക്കോളും. ഓ, ശീലമായി പോയെന്നെ. കൊല്ലം കുറെ ആയില്ലേ, മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെന്ന് സർപ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് അവർക്ക് ഒരു സന്തോഷം. ബിപി ഉണ്ടോ? ഇല്ല. എന്താ? എന്നാ ലേശ ഉപ്പ് ഇങ്ങോട്ടിട്ടേ. ഉപ്പില്ല. ഇത് കുടിക്ക, ക്ഷീണം കാണും. എന്നിട്ട് പറ, എന്ന് തൊട്ടാ ഈ ശീലം തുടങ്ങിയേ? ക്രിസ്മസ് ആയിട്ട് സാന്റയുടെ വക ഒരു കഥ കൂടി ആയിക്കോട്ടെ. ഞാൻ തുർക്കിയിലെ പട്ടാറ എന്ന സ്ഥലത്താണ് ജനിച്ചത്. സ്നേഹനിധിയായിരുന്നു എന്റെ അപ്പനും അമ്മയും. ഭാഗികമായ ധനത്തിലല്ല, ദൈവസ്നേഹത്തിലാണ് അത്യന്തമായ സമാധാനം എന്ന് അവരാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷേ അധികകാലം എനിക്ക് അവരുടെ സ്നേഹം അനുഭവിക്കുവാനുള്ള യോഗമില്ലാതായിപ്പോയി. എന്റെ ചെറുപ്പകാലത്ത് പ്ലേഗ് വന്നവർ മരിച്ചു. പിന്നീട് എന്റെ അങ്കിളും ഞങ്ങളുടെ നാട്ടിലെ ബിഷപ്പുമായിരുന്ന ബിഷപ്പ് നിക്കോളാസ് ആണ് എന്നെ വളർത്തിയത്. അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് എന്റെ മാതാപിതാക്കൾ എനിക്കും നിക്കോളാസ് എന്ന് പേരിട്ടത്. പ്രാർത്ഥനാനിരതമായ അദ്ദേഹത്തിന്റെ ജീവിതശൈലി എന്നെയും ആകർഷിച്ചു. ദൈവകൃപയാൽ എനിക്കും ദൈവവേല ചെയ്യുവാനുള്ള അനുഗ്രഹം ലഭിച്ചു. അങ്ങനെ ഞാനും ഒരു വൈദികനും പിന്നീട് തുർക്കിയിലെ ബിഷപ്പുമായി മാറി. അയ്യോ, സാന്റാക്ലോസ് തിരുമേനിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. തിരുമേനി പിന്നെ എന്താ ഗിഫ്റ്റ് തരാനായിട്ട് ഈ ചിമ്മിനിയൊക്കെ വലിഞ്ഞു കയറുന്നേ? ഒരു വാക്ക് പറഞ്ഞാ ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ 100 ആൾക്കാർ വരില്ലേ? അത് മറ്റൊരു കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ വളരെ പാവത്താനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളും
സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ. പക്ഷേ വിവാഹപ്രായമായ ആ മക്കളെ ഓർത്ത് അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. എന്തെന്നാൽ വിവാഹം ഉറപ്പിക്കാൻ വരുന്നവരൊക്കെ ഭീമമായ സ്ത്രീധനത്തുകയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വളരെ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, നീ എനിക്ക് എന്നും നന്മയെ ചെയ്തിട്ടുള്ളൂ. എന്റെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നീ എനിക്കൊരു വഴി കാണിച്ചു തരണമേ. ഇദ്ദേഹത്തിന്റെ ഈ കഷ്ടപ്പാട് അറിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെ സഹായിക്കണമെന്ന് തോന്നി. ദൈവകൃപയാൽ സമ്പത്തിന് ഒരു ബുദ്ധിമുട്ടും എന്റെ കുടുംബം അനുഭവിച്ചിട്ടില്ല. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നല്ലേ നമ്മളും പഠിപ്പിച്ചിട്ടുള്ളത്. ആ അതൊക്കെ അതെ, പക്ഷെ ആരും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്നാ ഞാൻ ചെയ്തു. അതെങ്ങനെ? ആരും അറിയാതെ തന്നെ. ആഹാ, അതെങ്ങനെ? ഒരു രാത്രി ആരും അറിയാതെ ഞാൻ ഒരു സഞ്ചിയിൽ കുറച്ച് പണം അവരുടെ ചിമ്മിനി വഴി ഇട്ടുകൊടുത്തു. നേരം വെളുത്തപ്പോൾ ഈ പണക്കിഴി അവിടെയുള്ള ചിമ്മിനിയുടെ താഴെ ഒരു സ്റ്റോക്കിങ്സിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് എവിടെ നിന്ന് വന്നെന്ന് അദ്ദേഹത്തിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പിറ്റേന്ന് രാത്രിയിൽ ഞാൻ ഒരു പണസഞ്ചി കൊടുത്തു. 3 പെൺമക്കളല്ലേ ആ പാവത്തിന്. അതിന്റെ അടുത്ത ദിവസവും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. എന്നാൽ ഈ പണസഞ്ചിയുടെ ഉറവിടം അറിയുവാനായി അദ്ദേഹം അന്ന് രാത്രി കാവലിരുന്നു. ചിമ്മിനി വഴി ഞാൻ പണസഞ്ചി ഇടുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം അത് അവിടെയുള്ളവരോട് പറയുകയും ചെയ്തു. ആ മനുഷ്യന്റെ സന്തോഷമൊന്നും കാണേണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ ഇതായിരിക്കും ദൈവിക പദ്ധതി എന്ന്. അതിനുശേഷം ആവശ്യക്കാർക്ക് വേണ്ടി ഞാൻ മനമറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവരെന്നെ ദ മിസ്റ്റീരിയസ് ഗിഫ്റ്റ് ഗിവർ എന്ന് വിളിച്ചു. ഇന്നും ഞാനത് തുടരുന്നു. ഓരോ ക്രിസ്മസിനും നിങ്ങൾക്ക് ഞാൻ തരുന്നത് വെറും ഒരു സമ്മാനപ്പൊതി മാത്രമല്ല. നിങ്ങൾക്ക് ലഭിച്ചത് എന്താണോ അത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കപ്പെടണമെന്ന സന്ദേശം കൂടിയാണ്. നമ്മുടെ ദൈവം നമ്മളെ പഠിപ്പിച്ചതുപോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുകയും അങ്ങനെ ലോകം മുഴുവൻ സമത്വത്തിൽ കഴിയുകയും ചെയ്യേണ്ടവരാകുന്നു. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഇനിയും വീടുകൾ കയറി ഇറങ്ങാനുണ്ട്. ലോനപ്പൻ, ഐസക്ക്, അങ്ങനെ കുറെ എണ്ണം എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നാ ഞാൻ പോകട്ടെ, അടുത്ത ക്രിസ്മസിന് വരാം. ആ ശരി സാന്റ. അയ്യോ, ഒരു മിനിറ്റ്, ഒന്ന് നിൽക്കാമോ? ഇത് കുറച്ച് ആഹാരമാണ്. പോകുന്ന വഴിക്ക് ആവശ്യക്കാരുണ്ടെന്ന് കണ്ടാൽ എന്റെ വക ഇത് കൊടുത്തേക്കാമോ? ഈ ക്രിസ്മസിന് മറ്റുള്ളവർക്കായിട്ട് എന്റെ ചെറിയൊരു പങ്ക്. തീർച്ചയായിട്ടും ഞാൻ പോയി വരാം. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ.